ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എത്ര ദുർബലാണ്. ഇവിടെ കോൺഗ്രസ് ആണോ സജീവമായിട്ട് യു ഡി എഫിലുള്ളത്? ആരാ? കേരളത്തിലെ യു ഡി എഫിൻ്റെ നട്ടെല്ല് പോലെ പ്രവർത്തിക്കുന്നത് ആരാ? ലീഗാണ്. ആ ലീഗ് ഇല്ലാതിരുന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ തോറ്റ് തുന്നം പാടും. അപ്പോൾ ലീഗാണ് ഇവിടുത്തെ പ്രബലമായ വിഭാഗം. കേരളത്തിൽ കോൺഗ്രസ് ഒരു വലിയ വശക്തിയൊന്നുമല്ല. ഇതാരാന്നുള്ള മനസ്സിലായല്ല. ഇത് നമ്മളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. സത്യത്തില് എനിക്ക് ഇയാളെ കാണുമ്പോൾ തന്നെ ചിരി വരും. എനിക്കെന്നല്ല, സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഫലിതങ്ങളാണ്, ഇത്തരം വാർത്തകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അയാളെ ട്രോളാനും പൊങ്കാലിടാനൊക്കെ ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. ഇപ്പം അയാൾ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പം കോൺഗ്രസിനെ ചെറുതാക്കിയിട്ട് എന്താ ഇത് ലീഗിനെ വലുതാക്കണേണ്ടത്. എന്തോ ഇനിയിപ്പം നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇനി മൂപ്പരെന്ത് ചെയ്യുന്നൊരു ലീഗിനെ ചെറുതാക്കിയിട്ട് കോൺഗ്രസിനെ വലുതാക്കും. ഇവർ എവിടാണ് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണില്ല. ഇതിനു മുമ്പ് എന്താ പറഞ്ഞ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ എന്താ പറയുക പ്രിയങ്ക ഗാന്ധിയൊക്കെ അവിടെ മത്സരിക്കും ലീഗരെ കണ്ടില്ല എന്ന് പറഞ്ഞു. ലീഗിൻ്റെ കൊടി പോലും കണ്ടില്ല. ലീഗര് കൊടികളൊക്കെ ചുരുട്ടി മടക്കി അവരുടെ പോക്കറ്റിലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗിനെ കുറേ പറഞ്ഞിരുന്നു. ഇപ്പൊ പറഞ്ഞ് ലീഗില്ലെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കൂല. കേരളത്തിൽ കോൺഗ്രസിന് ഒരു പ്രശസ്തിയില്ല. ലീഗാണ് ഇവിടെ ആർക്കാണ് ഇപ്പൊ ഇതിൻ്റെക്കത്? ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ ഗോവിന്ദൻ മാഷ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? ഇവിടെ ലീഗിന്റെ പ്രശസ്തി എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ലീഗ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ലീഗിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് നന്നായി അറിയാം. കാരണം ലീഗ് ആരെയും മനസ്സ് പ്രയാസപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ആരുടെയും ഒരു മതവിശ്വാസിയുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല എന്ന്. കാരണം ലീഗിനെ സംബന്ധിച്ചത് ലീഗിൽ എല്ലാ ആളുകളും വരുന്നുണ്ട്. ഇപ്പം മുമ്പൊക്കെ ലീഗിൽ വരാൻ ആളുകൾ അറച്ചു നിന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് ലീഗിലേക്ക് ആളുകൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആരെല്ലാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നത് വളരെ പേര് കേട്ട ആളുകളൊക്കെയാണ് ഈ അടുത്ത കാലത്തൊക്കെ ലീഗിൽ. ഇനിയും പലരും വരാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിന് എല്ലാവർക്കും സ്വീകാര്യത ആയിക്കണേ. ഇനിയിപ്പോൾ ഗോവിന്ദൻ മാഷ് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വല്ലാതെ ആവേണ്ട ആവശ്യമില്ല. എൻ്റെ പൊന്നു ഗോവിന്ദൻ മാഷെ, നിങ്ങൾ നിൽക്കണോടത്ത് നിൽക്കുക. നിങ്ങളെ പാർട്ടിനെ വലുതാക്കാൻ നോക്കുക. ഇപ്പം അതിൽ ആളുകളൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു യാത്രയൊക്കെ